guys, welcome to Pearly Mani's YouTube channel. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഐ എം പ്രൗഡ് ടു അനൗൺസ് മൈ അസോസിയേഷൻ വിത്ത് ഫെയർ ഫ്യൂച്ചർ. ഇവരൊരു ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കമ്പനിയാണ്. അവരുടെ കുട്ടികളുടെ പ്രീ ഡിപ്പാച്ചർ, അതായത് പുറത്തേക്ക് പോകുമ്പോൾ ഇവർ കാനഡയ്ക്ക് പോകുന്ന കുട്ടികളുടെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു പ്രീ ഡിപ്പാച്ചർ വർക്ക്ഷോപ്പിൽ ഐ എം ഓൾസോ ടേക്കിംഗ് പാർട്ട്. എൻ്റെ പേര് ഗായത്രി. ഞാൻ ഈ മെയിൻ ടേക്കിൽ കാനഡ പോവാണ്. ഫെയർ ഫ്യൂച്ചർ വഴിയാണ് പോകുന്നത്. ഈ പുറത്തു പോയി പഠിക്കുക അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുക, പ്രോബബ്ലി അവിടെ സെറ്റിൽ ആവുക എന്നൊക്കെ പറയുന്നത് പലരുടെയും ഒരു ഡ്രീമാണ് അല്ലേ. ആൻഡ് കുറേ പേര് വിചാരിക്കും ഇതൊക്കെ നടക്കും, ഇതൊക്കെ ഭയങ്കര പ്രോസസ്സല്ലേ, വിസ അപ്ലൈ ചെയ്യണം, പിന്നെ ലോൺ ഇപ്പം എടുക്കണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ്, ഇതൊക്കെ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമായിട്ടാണ് പലരുടെ തലയിലും കിടക്കുന്നത്. അവിടെയാണ് ഈ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കമ്പനീസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. പുറത്ത് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് അവിടെ പോയി എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, എങ്ങനെ അവിടെ സർവൈവ് ചെയ്യാം, എന്തൊക്കെ രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. നവംബർ 5 എനിക്ക് വിസ വന്നു. ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് റിജക്റ്റ് ആയതായിരുന്നു. ആ റിജക്റ്റ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഈ കാനഡ പ്ലാനെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ലിഡിയ മാമിനെ കണ്ടിരുന്നു. ലിഡിയ മാം എനിക്ക് തന്ന സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. 45ാമത്തെ ബാച്ചാണ് ഫെയർ ഫ്യൂച്ചറിൽ നിന്നും കാനഡയിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം 18 വർഷം കഴിയുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം സ്റ്റുഡൻസിനാണ് ഇതുവരെ ഫെയർ ഫ്യൂച്ചറിൽ നിന്നും കാനഡ, US, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പല രാജ്യങ്ങളിലും ആയിട്ട് ഇതുവരെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. 3 റിജക്ഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്രൂവലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്. ഇത് നടന്നിരിക്കുന്നത് ഫെയർ ഫ്യൂച്ചറിൻ്റെ ഒരു ഫെയർ ഫ്യൂച്ചർ കാരണം മാത്രമാണ് എനിക്കിപ്പോൾ ഈ അപ്രൂവൽ വന്നിരിക്കുന്നത്. മിക്കവാറും ആളുകളുടെ എല്ലാവരുടെയും ധാരണ ഇപ്പോൾ കാനഡയാണെങ്കിലും UK ആണെങ്കിലും ഈവൻ US ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഏത് രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് മുൻപായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. ഇപ്പോൾ കാനഡയുടെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സമ്പ്രദായങ്ങൾ നിലവിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്നത് ആദ്യത്തെ 3 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ 3 ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളാണ്. ആ 3 രാജ്യങ്ങളുടെ പട്ടികയിൽ US, UK, കാനഡയാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ USഉം കാനഡയുമാണ്. ഈ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത് പഠനത്തിന് ശേഷം അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി വർക്കൗട്ട് ആകുമോ എന്നുള്ളതും കൂടെ കണക്കാക്കിക്കൊണ്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്നത് കാനഡയാണ്. വരുന്ന ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ മറ്റൊരു ഗൾഫായിട്ട് മാറാൻ പോവുകയാണ് കാനഡ. അപ്പോൾ കാനഡ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട കാര്യം ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. UN റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സേഫായിട്ടുള്ള ആദ്യത്തെ 5 രാജ്യങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് കാനഡ അതിലൊരു സ്ഥാനമാണ്. യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇത്രയും നാൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് കണ്ട ടീച്ചറും സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് അപ്പുറത്ത് നിന്ന കുട്ടിയും പ്രിൻസിപ്പളും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഇത് നമ്മുടെ കയ്യിൽ വളർന്ന കുട്ടിയാണ്, ഇത് എൻ്റെ കൂടെ കളിച്ചു നടന്ന കൊച്ചാണ്, ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, ഇത് എൻ്റെ കൂടെ ഡാൻസ് പഠിച്ചു, ഇങ്ങനെ ബന്ധങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്നും യു ആർ ഗോയിങ് ടു എ ന്യൂ വേൾഡ്. കാനഡ എന്ന് മാത്രമല്ല, അമേരിക്ക ആയിക്കോട്ടെ, ഉഗാണ്ട ആയിക്കോട്ടെ, എങ്ങോട്ട് പോയാലും യു ആർ വാല്യുബിൾ. നിങ്ങൾ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എവിടെയായിരിക്കണം? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എവിടെയായിരിക്കണം? നിങ്ങളുടെ ഉള്ളിലായിരിക്കണം. നിങ്ങൾ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ആൻഡ്
ടിൽ ദ ഡേ യു ഡൈ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? നിങ്ങളുടെ അകത്തുള്ള ആ ഒരു വോയിസ് ആണ്. വലിയ ചാലഞ്ചാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലാണ് അത് ചാലഞ്ച്. കൂടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടെ നിങ്ങൾ കാനഡയ്ക്ക് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? സോ ഐ നീഡ് ടു ജസ്റ്റ് ടെൽ യു ദാറ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. You should compete with yourself, and that too yesterday's yourself. ഞാനൊരു ഒക്ടോബറിലാണ് എൻ്റെ വിസ ഫയൽ ചെയ്യാൻ വെച്ചത്. അതൊരു 2 months ഉള്ളിൽ തന്നെ അപ്രൂവ് ആയി കിട്ടി. അത് ഞാൻ ഫെയർ ഫ്യൂച്ചർ വഴി അപ്ലൈ ചെയ്തുകൊണ്ടാണ്. വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞ് 26ാമത്തെ ദിവസം തന്നെ വിസ അപ്രൂവ് ആയി. എൻ്റെ അഡ്വൈസർ ദീപ ചേച്ചിയായിരുന്നു. ചേച്ചി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇന്നത്തെ സെക്ഷൻ വളരെ എഫക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. ഒരു ഇൻസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു സെഷനും കൂടിയായിരുന്നു. മനസ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? അപ്പം നമ്മൾ പറയുന്ന ഉത്തരവ് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉണ്ടാവണമെന്ന് ആവശ്യമില്ല. അതിന് എവിടെ വേണമെങ്കിലും നടക്കാം. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടുന്ന് കാനഡയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. മനം ഡ്രസ് അപ്പ് യുവർ മൈൻഡ് എന്ന് പറയും. നിങ്ങൾ ചേഞ്ച് യുവർ വേർഡ്സ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം മാറേണ്ടത് അകത്താണ്. താജ്മഹൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാൻ ആഗ്രഹം ആണോ ഇല്ല? അല്ലെങ്കിൽ താജ്മഹൽ എവിടെയാണ് ആദ്യം ഉണ്ടായത്? ആരെങ്കിലും പറയാമോ? ഷാജഹാന്റെ മനസ്സിൽ. അതെ, കറക്റ്റ്. ഷാജഹാന്റെ മനസ്സിൽ താജ്മഹൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ താജ്മഹൽ ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അത് ആദ്യം മനസ്സിൽ ഉണ്ടാവണം. ഇന്നോട്ട് പറയാ, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം ഗുഡ്. ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങളെയാണ്. My dad and mom is sitting here looking damn proud of me. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് ഫുൾ നെഗറ്റീവ് മൈൻഡോടെ വന്നേ, സീരിയസ്ലി. ബിക്കോസ് എൻ്റെ 2 ടൈമിൽ എൻ്റെ വിസ റിജക്ഷൻ വന്നു. ഇന്നലെ വരെ എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലക്കിന് വേണ്ടി 3ാമതൊന്ന് ട്രൈ ചെയ്യാം, കിട്ടിയാൽ കിട്ടട്ടെ എന്നൊരു മൈൻഡായിരുന്നു. അത് ചേഞ്ച് ആവാൻ കാരണമായത് ഫെയർ ഫ്യൂച്ചറിൻ്റെ സെഷനാണ്. ആൻഡ് ഓൾസോ താങ്ക് യു മാം. ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന വേർഡ്സ് ഒക്കെ ഇറ്റ് ഷുഡ് ബി വെരി ബ്യൂട്ടിഫുൾ. ഐ ആം ഹാപ്പി, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ലക്കി, ഐ ആം ഇൻ ഡിവൈൻ കെയർ, ഐ ആം എ ഫാസ്റ്റ് ലേണർ എന്നുള്ള വേർഡ്സ് ഒക്കെ റീപ്ലേസ് എവറി വേർഡ് ദാറ്റ് ഇസ് നെഗറ്റീവ് വിത്ത് എ ബ്യൂട്ടിഫുൾ വേർഡ്. പലർക്കും ഒരു അഷ്വറൻസ് ഒരു ഏജൻസിയും തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഫെയർ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫേസായ ഏജൻറ്റ്സ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഇൻട്രാക്ഷൻ, അവർ ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് തന്നെയാണ് ആ ആപ്ലിക്കേഷനെ കാണുന്നത്. ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ നമ്മൾ ചൂണ്ടിക്കാണിച്ച് തരും. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ എത്രത്തോളം ബെറ്റർ ആക്കാം, ഒരു ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ പോലും ഒരു പ്രശ്നം പോലും ഇല്ലാതെ കറക്റ്റായിട്ട് എങ്ങനെ വെക്കാം, ഒരു അഷ്വറൻസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ ഞാൻ പറയുകയാണെങ്കിൽ ആകെ 2-3 കാര്യങ്ങളുള്ളൂ പറയാൻ. ആദ്യത്തെ കാര്യം, വിസ ഇപ്പോൾ ഇവിടെ കിട്ടാത്തവരുണ്ടെങ്കിൽ കീപ് ട്രൈങ്. അവിടെ പോയാൽ നിങ്ങൾ കാണും 5ഉം 6ഉം 7 പ്രാവശ്യം അപ്ലൈ ചെയ്തവരുണ്ട്. അന്നേരം കീപ് ട്രൈങ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ ശരിക്കും ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കണം പുറയിലിരിക്കുന്ന കൗൺസിലേഴ്സ്. ബിക്കോസ് ദേ വർക്ക് സോ ഹാർഡ് ഡേ ആൻഡ് നൈറ്റ് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം, ഫെയർ ഫ്യൂച്ചർ, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ജേർണി. ലൈക്ക് ലിയോണ മാഡം എൻ്റെ കൗൺസിലറായിരുന്നു ആ സമയത്ത്. പുള്ളിക്ക് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാഡം. യു ഹാവ് മെയ്ഡ് മൈ ഡ്രീംസ് കം ട്രൂ ആക്ച്വലി. ഒരു UK അല്ലെങ്കിൽ US ഒക്കെ ആണെങ്കിൽ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ഏകദേശം 20 ലക്ഷം തൊട്ട് മുകളിലോട്ടാണെങ്കിൽ, കാനഡയിൽ നിങ്ങൾക്കറിയാം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയിൽ ഇപ്പോൾ തന്നെ ഫീസ് അടച്ചു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് അറിയാം ഏകദേശം 10-11 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാനഡയ്ക്കുള്ള പ്രത്യേകത, നിങ്ങൾക്ക് അവിടെ പഠിച്ച ശേഷം അവിടെ പെർമനൻ്റായിട്ട് നിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരാളിൻ്റെ പോലും സഹായമില്ലാതെ, ഒരു സ്പോൺസർ പോലും ആവശ്യമില്ലാതെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കനേഡിയൻ PR മാറാനും വിത്ത് ഫാമിലിയോട് കൂടിയിട്ട് അവിടെ സെറ്റ് ചെയ്യാനുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളാണ് കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും വലുത് നിങ്ങളുടെ പേരൻസിന്, നിങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷമായിരിക്കണം ഏറ്റവും വലുത്. അത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾക്ക് ദൈവം വീണ്ടും വീണ്ടും തരട്ടെയെന്നും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.
This is the 45th pre-departure workshop of Fair Future. 18 years ആയിട്ട് Fair Future ഈ ഫീൽഡിലുണ്ട്. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy money show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy money show.